ഭാവൻ സൗത്ത് റോഡിലെ 33-ാം ഡിവിഷനിൽ നിലവരത്ത് കുടുംബത്തിന്റെ ഒഴിഞ്ഞ പറമ്പിൽ അവരുടെ അനുമതിയോടെ പാർക്ക് ചെയ്യുന്ന കോർപ്പറേഷന്റെ മാലിന്യം വഹിക്കുന്ന വാഹനങ്ങളാണ് പ്രദേശവാസികൾക്ക് തലവേദനയാകുന്നത്. മാലിന്യം സംസ്കരിച്ച ശേഷം തിരികെ വരുന്ന വലിയ ലോറികൾ വൈകിട്ടോടെ ഇവിടെ പാർക്ക് ചെയ്യും. രാത്രിയായാൽ പ്രദേശമാകെ ദുർഗന്ധം വമിക്കുന്ന അവസ്ഥയാണ്. കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് ഇതിനോട് തൊട്ടു ചേർന്ന് താമസിക്കുന്ന ആളുകളും. സ്മെല്ലെന്ന് പറഞ്ഞാൽ ഒരുമാതിരി ഒരു വൃത്തികെട്ട സ്മെല്ല്, ഒരു അവിഞ്ഞ സ്മെല്ല്. നമുക്ക് ജനലൊന്നും തുറന്നിടാൻ പറ്റുന്നില്ല. ഭയങ്കര കൊതുക് ശല്യം. ജനലും വാതിലും പൂർണ്ണമായി അടച്ചാലും ദുർഗന്ധം വിട്ടുമാറില്ല. വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ എത്തുമ്പോൾ തന്നെ തെരുവു നായ്ക്കളും കാക്കകളും കൂട്ടമായാണ് ആർത്തെത്തുക. സംഭവത്തിൽ പലവട്ടം പരാതി പറഞ്ഞിട്ടും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. രാത്രി വണ്ടികൾ 3 മണി 3:30 മണിയാകുമ്പോൾ ഈ തൊഴിലാളികൾ വണ്ടി എടുത്തുകൊണ്ട് പോയും ബഹളവും ഒച്ചപ്പാടുമാണ്. അവിടെ കിടന്നുറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. പകൽ രാത്രി നേരം വിളിക്കുന്നവരെ ഈ വണ്ടി കൊണ്ടുവന്ന് കിടന്നു കഴിഞ്ഞാൽ പരിസരം കംപ്ലീറ്റ് ഭയങ്കര സ്മെല്ലാണ്. ഭവൻ സൗത്ത് റോഡ് റെസിഡൻസ് അസോസിയേഷനും ഇക്കാര്യത്തിൽ പരാതിയുമായി എത്തിയതോടെ മേയറുടെ ഡിവിഷനിൽ CPM തന്നെ പ്രതിഷേധവുമായി എത്തി. ഈ മാസം 30-ന് ശേഷം വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ അനുവദിക്കില്ലെന്ന പോസ്റ്ററും CPM പതിച്ചു. എന്നാൽ ഇതെല്ലാം അറിയാവുന്ന മേയർ മൗന അനുവാദം നൽകുകയാണെന്നാണ് BJPയുടെ ആരോപണം. മേയറുടെ വാർഡാണ് മേയർ തന്നെ അനുമതി കൊടുത്തത്. എന്നിട്ട് ജനങ്ങളോട് ഇപ്പോൾ പ്രശ്നങ്ങളായപ്പോൾ മേയർ തടിയൂരി മാറുന്നു, അത് അറിയില്ല എന്നൊക്കെ പറഞ്ഞ ഒരു ഒഴുക്കം മട്ടിൽ അതിനെക്കൂടെ പ്രതികരിച്ചിട്ടില്ല. ഇതുണ്ട് മേയറുടെ വാർഡിലായിട്ട് മേയർ ഇവിടെ വരുന്നത് അന്വേഷിക്കേണ്ടതാണ്. മേയർ ഇതുവരെയായിട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഇപ്പോൾ മേയർക്കെതിരെ തന്നെ CPM രംഗത്ത് വന്നേക്കണം. അവർ തന്നെ വലിയൊരു ബോർഡ് വെച്ചേക്കണത്. ഇപ്പോൾ 80,000 രൂപ കൊടുത്ത അയാൾക്ക് വാടകയ്ക്ക് കൊടുക്കണതിലുള്ള അഴിമതിയുണ്ട്. അതുകൊണ്ട് മാലിന്യത്തിൽ മുഴുവൻ അഴിമതിയാണ്. പ്രദേശവാസികൾ കൂട്ടമായി പരാതി പറഞ്ഞതോടെ വാഹനങ്ങളുടെ പാർക്കിംഗ് ഒഴിവാക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നാണ് മേയർ M. അനിൽകുമാർ വ്യക്തമാക്കുന്നത്. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.